എഴുതാമ്പാ നീർക്കോലി. അപ്പൊ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ. ഞാനിപ്പോ നിൽക്കുന്നത് വേറെ എവിടെയല്ല, എന്റെ വീട്ടിൽ തന്നെയാണ്. എന്റെ വീടിന്റെ ഫ്രണ്ടില്, എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടില് സ്റ്റെപ്പിൽ തന്നെയാണ് ഈ ഒരു പാമ്പ് വന്നിരുന്നിരുന്നത്. സംഭവം ഒരു നീർക്കോലിയുടെ കുഞ്ഞാണ്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ നീർക്കോലിയോ അല്ലെങ്കിൽ ചേരയോ അതുപോലുള്ള വിഷമില്ലാത്ത പാമ്പുകളൊക്കെ പെട്ടെന്ന് വളരെ എനക്കൊക്കെയായിട്ടും പെട്ടെന്ന് ഓടി പോകാറുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇത് സ്ഥിരം പാടത്തിന്റെ സൈഡിലാണ് ഞാൻ താമസിക്കുന്ന വീട്. അപ്പോൾ അത്യാവശ്യം നീർക്കോലിനൊക്കെ കാണാറുള്ളതാണ്. പക്ഷെ ഇതെന്തോ അവിടെ തന്നെ ഇങ്ങനെ എന്തോ ഇര പിടിക്കാനോ എന്തോ ശ്രദ്ധിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ വീട്ടുകാർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആവാനുള്ള കാരണം വേറെ ഒന്നല്ല, ഒരു പഴമൊഴിയാണ്. നീർക്കോലി മൂത്താൽ നീർമണ്ഡലി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു പഴമൊഴി കാരണം കൊണ്ട് ഈ ഒരു പാമ്പിനെ കാണുമ്പോൾ ഇപ്പോഴും പലരും ഇത് വലുതായി കഴിഞ്ഞാൽ വിഷമുള്ള പാമ്പാകും എന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് കൊല്ലപ്പെടാറുണ്ട്.